പ്രാഥമിക മതപഠനം മദ്രസകളിൽ തന്നെയാവട്ടെ. ഹംസ ബാഖവി. പ്രാഥമിക മതപഠന മേഖലയിലെ ജനകീയ അവബോധമായി സമുദായം എക്കാലത്തും അനുഭവിച്ചു വരുന്നതാണ് മദ്രസ പഠനമെന്നും സമുദായത്തിന്റെ ഉദാര മനോഭാവവും സാമ്പത്തിക ശേഷിയും ജനകീയമായി സമാഹരിച്ച് കാലികവും വ്യവസ്ഥാപിതവുമായ രീതികളിലൂടെ മതപഠന മേഖലയെ കാര്യക്ഷമമാക്കാൻ സാധിച്ചുവെന്നും വാഴക്കോട് മഹല്ല് ഖത്തീബ് ഹംസ ബാഖവി പറഞ്ഞു. പരിഷ്കരിച്ച മദ്രസ പാഠപുസ്തകങ്ങൾ സംബന്ധിച്ച് പരിശീലനം നൽകുന്നതിനു വേണ്ടി മുള്ളൂർക്കര റേഞ്ചിലെ മുഴുവൻ അധ്യാപകർക്കുമായി സംഘടിപ്പിച്ച പാഠപുസ്തക ശില്പശാലയും തൊഴിയൂർ ഉസ്താദൻ PT ഉസ്താദ് അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസ്ഥയാണ് നമുക്കുള്ളത്. ഓരോ വ്യക്തിയും ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്താണ് മറ്റുള്ളവരുടെ ഇൽമ് അറിയുമ്പോഴാണ് എൻ്റെ ഇൽമ് വളരെ കുറവാണ് എന്ന് നമുക്ക് ബോധ്യമാകുക. നമ്മളൊക്കെ വലിയ ഇൽമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്നുണ്ടാകും. പക്ഷേ നമ്മോട് കൂടെ പഠിച്ചതായ, നമ്മോട് കൂടെ ദർസിലും കോളേജിലൊക്കെ പഠിച്ചതായ ആളുകൾ അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ ദർസുകളും അവരുടെ ക്ലാസ്സുകളും കേൾക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് തോന്നുക അവരെ അപേക്ഷിച്ച് നാം ഒന്നുമല്ല എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും മുഅല്ലിങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ മുതഅല്ലിമുകൾ കൂടിയാണ്. അതിനാലാണ് ഇതുപോലുള്ളതായ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാഠപുസ്തകങ്ങളിൽ വന്നതായ മാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയും അതനുസരിച്ച് മക്കളെ യോഗ്യരാക്കാൻ വേണ്ടിയുമാണ് പ്രഗത്ഭരായ ഉസ്താദുമാര് ആ ക്ലാസ് നയിക്കാൻ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ക്ലാസുകൾ എടുക്കാനും അതെല്ലാവർക്കും കേട്ട്. മുള്ളൂർക്കര റേഞ്ചിലെ വാഴക്കോട് നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നടന്ന ശില്പശാലയിൽ റേഞ്ച് പ്രസിഡന്റ് A അഷ്റഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹല്ലിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PV അബ്ദുസ്സലാം സാഹിബ് ഈ വർഷത്തെ ഹജ്ജിന് കുടുംബസമേതം ഹജ്ജിന് പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു ഒഴിവാക്കി കൊടുക്കുമാറാകട്ടെ. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തിഷ് അബ്ദുൽ സലീം അൻവരി, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മുദരിബ് ഷിഹാബുദ്ദീൻ കമാലി അൻവരി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ടീച്ചറുടെ മനസ്സിൽ ടെഡിയോട് താല്പര്യവും സ്നേഹവും ഒക്കെ കുറവാണ്. കാരണം കുട്ടി ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, മുഷിഞ്ഞ വസ്ത്രമാണ് ധരിക്കുന്നത്, പഠനത്തിൽ കുറവാണ്. പക്ഷെ ടീച്ചർ കുട്ടികളെ കാണുമ്പോൾ അവരോട് പറയും എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. പക്ഷേ ഒരു ദിവസം ടെഡിയുടെ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ പഠനത്തിൽ കുറവാണ്, അതുപോലെ തന്നെ വസ്ത്രത്തിൽ പോരായ്മകളുണ്ട്, എല്ലാ ന്യൂനതകളുമുണ്ട്. അങ്ങനെ ടെഡിയോട് മനസ്സിൽ വലിയ ദേഷ്യവും മാനസികമായിട്ടുള്ള പിരിമുളക്കുമൊക്കെ മിസ്സിസ് തോംസൺ ഉണ്ട്. ഒരിക്കൽ തോംസൺ എന്ത് ചെയ്തു, കുട്ടികളെല്ലാവരെയും വിളിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്ന് പറഞ്ഞു നിർത്തി. പക്ഷേ എന്ന് മാത്രം പറഞ്ഞു നിർത്തി. ഇതിനെ എത്തിക്കലോ എന്റെ പാരായണോ ഹസ്രട്ടോ നമ്മുടെ മേൽ മാത്രമാണ് ബാധ്യത. മനസ്സിലായല്ലോ? പിന്നെ ചില ഇമാമിങ്ങളൊക്കെ ഇതിന് അർത്ഥം പറഞ്ഞത് ചെവി കൂർപ്പിച്ച് കേൾക്കാനാണ്. അങ്ങനെ ചെയ്താൽ മതി. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തരുമ്പോ നിങ്ങളത് കേട്ടാൽ മതി, ചെവി കൂർപ്പിച്ച് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് പിന്നീട് അത് ബോധ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ട് തരുന്ന കാര്യം ഞാൻ
വാഴക്കോട് നുസ്രത്തുൽ ഇസ്ലാം മദ്രസ സ്വദർ മുഅല്ലിം കെ മുഹമ്മദ് റഷീദ് സഖാഫി, പ്രസിഡന്റ് PV അബ്ദുൽ സലാം ഹാജി, ജനറൽ സെക്രട്ടറി VS അബ്ദുൽ ജലീൽ, ട്രഷറർ VP അബ്ദുൽ ജലീൽ, വൈസ് പ്രസിഡന്റ് KM യൂസഫ്, കമ്മിറ്റി അംഗങ്ങളായ PA സുലൈമാൻ, VS ഹസനാർ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് ജനറൽ സെക്രട്ടറി ഹാജി KM ഉമർ മാസ്റ്റർ, അൽ ഹാക്കിമി, SMF റേഞ്ച് ജനറൽ സെക്രട്ടറി PK മൂസ എന്നിവർ സംസാരിച്ചു. ഒരു പുരുഷായുസ് മുഴുവൻ പ്രവർത്തിച്ച് ജില്ലയിൽ സമസ്തയെ വളർത്തി വലുതാക്കിയ മുൻഗാമികളായ തൊഴിയൂർ ഉസ്താദിനെയും PT ഉസ്താദിനെയും അനുസ്മരിക്കുകയും കുടുംബസമേതം ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന വാഴക്കോട് മഹല്ല് പ്രസിഡന്റ് PV അബ്ദുൽ സലാം ഹാജിക്ക് യാത്രയയപ്പ് നൽകുകയും ചെയ്തു. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ റേഞ്ച് ജോയിന്റ് സെക്രട്ടറി KM ഹംസക്കുട്ടി മൗലവി സ്വാഗതവും ജനറൽ സെക്രട്ടറി BAM അജ്മൽ ബാക്കവി നന്ദിയും പറഞ്ഞു. വലിയൊരു മഹത്തായ കർമ്മത്തിന് നമ്മൾ എല്ലാവരും വേദി ഒരുക്കിയിരിക്കുകയാണ്. ഈ സംഭവം നമ്മളോട് വിളിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ കമ്മിറ്റി കൂടി ഏകകണ്ഠേന തന്നെ സന്തോഷപൂർവ്വം അത് നമുക്ക് നടത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഇങ്ങനെ നമ്മുടെ വാഴക്കോട് മഹല്ലിൽ ഇങ്ങനെ കൂടി, അപ്പം അതിനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കാരണം ആരോഗ്യങ്ങളെ സ്വീകരിക്കലും വളരെ സൽക്കരിക്കലും വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ആരോഗ്യങ്ങളിൽ നിന്നാണ്, മുത്തരീമികളാണ്, അവർ പണ്ഡിതന്മാരാണ്, അവരെ ചുറ്റിപ്പറ്റിയ പരുന്തിൻ്റെ ഓർത്ത നഖങ്ങൾ, അതിൻ്റെ ഒക്കുകൾ ഒക്കെ കാലക്രമേണ മൂർച്ച പറയുമ്പോൾ ഈ പരുന്ത് പാറക്കെട്ടുകളിൽ പോയിക്കൊണ്ട് തൻ്റെ ഒക്ക്, തൻ്റെ വിരലുകൾ ഉരസി ഷാർപ്പാണ്. അതെന്തിനും ചോദിച്ചാൽ തൻ്റെ പ്രവർത്തനത്തിന് എളുപ്പമാകുന്നതിന് വേണ്ടിയാണ്. അതുപോലെ ബഹുമാന്യരായ ഉസ്താദുമാർ കുറഞ്ഞ സമയത്ത് ഈ കെട്ടകാലത്ത് മതാധ്യാപനം നടത്തുമ്പോൾ അവരുടെ ഹദഫ് അത് കൃത്യമായി സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശില്പശാലകൾ അല്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ.